അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റിയാദുസ് സാലിഹീൻ ഇതിലെ 266-ാമത്തെ ഹദീസ്. ഇത് മംഗളത്തെ ഭക്ഷണവുമായി സംബന്ധപ്പെട്ട് ചൊല്ല ഹദീസായിട്ടിരിക്കുന്നത്. അതായത് ഞങ്ങളുടെ വിഷയ പാവപ്പെട്ട ആളുമാർ, മിസ്കീന്മാർ, യതീമീങ്ങൾ, പെൺമക്കൾ ഇവരൊക്കെ സഹായിക്കണം, അങ്ങോട്ടേക്ക് നല്ല കൃപയോടെ പെരുമാറണം എന്നുള്ള വിഷയത്തുള്ള ഭാവമായിട്ടുണ്ട്. അതിൽ ഇവിടെ ഇപ്പൊ കൊണ്ടുള്ളത് മഞ്ഞളത്തെ വലീമ, നിക്കാഹെങ്കിൽ വലീമ സുന്നത്തായിട്ടിരിക്കുന്നത്. അപ്പൊ ഈ നിക്കാഹിൽ പിന്നെ ആയിട്ടിരിക്കുന്നത് വലീമ കൊടുക്കേണ്ടത്. ആ വലീമ കൊടുക്കുമ്പോൾ ആ വലീമയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല് പറയേണ്ട ആളുമാര് വിളിക്കില്ല, ഭക്ഷണത്തിന് ആവശ്യം ഇല്ലാത്തെങ്കിലും വിളിക്കണം, അങ്ങോട്ടും പറവും മനസ്സില്ല. ഇങ്ങനത്തെ വലീമ അത് വളരെ മോശമായത്. ആ ചൊന്നതിനർത്ഥം പാവപ്പെട്ട ആളുമാരായിട്ട് ഭക്ഷണത്തിന് ആവശ്യമില്ല, അത്തരം ആളുമാരെ വിളിക്കാണ്ട്, പാവപ്പെട്ട ആളുമാരെ അങ്ങനെ നിസാരമായി കണ്ട് അങ്ങനെ വിളിക്കാണ്ട് മുതലാളിമാരെ മാത്രം വിളിച്ചിട്ട് കൊടുക്കുന്ന വലീമുണ്ടല്ലേ, അത് ഏറ്റവും മോശമായത്, അത് ഏറ്റവും ഷർറായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ല. കാരണം മുതലാളിമാർക്കാണെങ്കിലോ അങ്ക് ഈ ഫുഡിന് ആവശ്യമില്ല, അതേ സമയത്ത് പാവപ്പെട്ട ആൾമാരാണെങ്കിലോ അങ്ക് ആവശ്യമുണ്ട്. അപ്പൊ ആവശ്യമുള്ള ആൾമാരെ വിളിക്കില്ല, ആവശ്യമുള്ള ഇല്ലാത്ത ആൾമാരെ ഇട്ടിട്ട് വിളിക്കില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഈ വലീമ പാവപ്പെട്ടങ്ങളെ കടകണിಸಿ അങ്ങനെ ഒരു മൂലകുമ്പാക്കി വശത്തങ്ങളെ മാത്രം വിളിച്ചിട്ടുള്ള ഈ വലീമ ചൊല്ലത് അത് മോശമായത്, ഷർറായത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവരിക്കുന്നു. അപ്പൊ എന്തുകൊണ്ട് എന്ന് കേട്ടെങ്കിൽ അത് പാവപ്പെട്ട ആളുമാരെ നിസാരപ്പെടുത്തിയത് കൊണ്ടായിട്ടിരിക്കുന്നത്. ഹദീസ് നമുക്ക് നോക്കാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് തന്നെ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുക ഷർറു ത്വആമി ത്വആമുൽ വലീമ, ഭക്ഷണത്തിൽ വെച്ച് ഏറ്റവും മോശമായത് വലീമയുടെ ഭക്ഷണം. വലീമ ചെന്നെങ്കിൽ നിക്കാഹായതിന്റെ പേരിൽ നിക്കാഹായൽ പിന്നെ കൊടുക്കേണ്ട ഭക്ഷണത്തിലായിട്ട് ഇത് വലീമ ചൊല്ല സുന്നത്തായിട്ട്. അപ്പൊ ഈ അതിലെ ആ വലീമ അതില് ആ ഭക്ഷണം ആ വലീമനെ തടയപ്പെടും, അതിലേക്ക് വരുന്നവരെ തടയപ്പെടും. ഈ വലീമക്ക് പാവപ്പെട്ട ആൾമാരായിട്ട് അത് തിന്നേണ്ടത്, അങ്ങനെ ഒട്ടും വിളിക്കില്ല, അതാ അങ്ങനെ തടയപ്പെടുന്നു. അതിലേക്ക് വിളിക്കപ്പെടും മനുഷ്യരെ ആ വലീമയെ പിന്നെ വരാൻ മനസ്സില്ലാത്തവർ, അത് വേണ്ടാട്ടിരുന്നങ്ങളെ ആയിട്ട് അതിലേക്ക് വിളിക്കുക. ദഅവത്ത് ഇജാബത്ത് ചെയ്തില്ലെങ്കിൽ അള്ളാഹുവിനും റസൂലിനും എതിർ ചെയ്തവനാണ്. അതായത് ദഅവത്ത് ഒരു ഗമ്മത്ത് മങ്ങലത്തെ വലീമ അത് ഇതുപോലത്തെ വിളിച്ചത് കണ്ടെങ്കിൽ വിളിച്ചെങ്കിൽ ആ ഞങ്ങെന്താക്കണം, ആ വില വെച്ചിട്ട് അതൊക്കെ പോണം. അങ്ങനെ പോയില്ലെങ്കിൽ അള്ളാഹുവും റസൂലും അവൻ എതിർ ചെയ്തവന്. കാരണം അള്ളാഹും റസൂലും അത് പോണോണ്ട് കൽപ്പിക്കലായിട്ടിരിക്കണം. ഇനി പിന്നെ റിപ്പോർട്ട് വഫീ റിവായത്തിൻ ഫി സ്വഹീഹൈനി അൻ അബീ ഹുറൈറത മിൻ ഖൗലിഹി ബിഅസ ത്വആം ത്വആമുൽ വലീമ യുദ്ആ ഇലൈഹിൽ അഗ്നിയാഉ വയുത്റകുൽ ഫുഖറാ. അതേ അർത്ഥം തന്നെ ആയിട്ടിരിക്കണം. ത്വആമിൽ വെച്ച് ഏറ്റവും മോശമായത് വലീമയുടെ ത്വആമായിട്ടിരിക്കുക ഭക്ഷണം. എന്താ യുദ്ആ ഇലൈഹിൽ അഗ്നിയാഉ, എങ്ങനത്തെ വലീമ? എല്ലാ വലീമയുടെ അല്ല, മുതലാളിമാരെ വിളിക്കപ്പെടുന്നതുക്ക് വയുത്റകുൽ ഫുഖറാ, പാവപ്പെട്ട ആളുമാരെ ഉപേക്ഷിക്കപ്പെട്ട്. അപ്പൊ വലീമ എന്നുള്ളത് സുന്നത്താണ്, പക്ഷെ അത് കൂടുതലായി ആവശ്യമുള്ളവർക്ക് പാവപ്പെട്ട ആൾമാർ കയറ്റിക്കുന്നത്. അപ്പൊ അത്തരം ആൾക്കാരെ ആ വലീമക്ക് വിളിക്കണം, അങ്ങനെ നിസാരപ്പെടുത്തുക തീറായി എന്നായിട്ടിക്കട് ഈ ഹദീസിൽ 2 ഹദീസിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങനെ പഠിപ്പാട്ട്. അപ്പൊ വലീമ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ട് നിക്കാവുമായി സംബന്ധപ്പെട്ട് നിക്കാഹ് ആയൽ പിന്നെ കൊടുക്കൽ കൊണ്ട് അത് ആവിടും. ഏറ്റവും നല്ലത് പിന്നെ അതണ്ടേ ആവണുണ്ടെന്നില്ല, അങ്ങ് കൂടിയാൽ പിന്നെ വീട്ടെല്ലാം കൂടി അല്ല പിറ്റാണ്ടോ അതിൽ പിറ്റാണ്ടോ ഒരു വാരം കഴിഞ്ഞിട്ടോ കൊടുക്കാം. അപ്പൊ വലീമ ചൊല്ലി നിക്കാഹുമായതിന്റെ പേരിൽ കൊടുക്കുന്ന ഗമ്മത്തായിട്ടിരിക്കുക. അപ്പൊ അത് ആടടുത്ത് കൊടുക്കുക എന്നത് പ്രത്യേകം സുന്നത്തായിട്ടിരിക്കുക.
അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആല കാതോർത്ത് എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. മറ്റെല്ലാം എത്തിച്ചു കൊടുക്കുക. ദുആ കൊണ്ട് വസിയത്താക്കിയ പല ആൾമാരുള്ള അള്ളാഹു എല്ലാവർക്കും ഖൈർ പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ഹലാലായ റിസ്ക് അള്ളാഹു നിങ്ങൾക്ക് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.